ഈസി എഗ് കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ആഡ് ചെയ്യുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ദെൻ നമ്മൾ ഇതിനകത്തോട്ട് വേപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യാൻ പോവാണ്. സവോള നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് സോട്ടായി വരും. എന്നിട്ട് മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ സവോള സോട്ട് ചെയ്തെടുക്കണം, എന്നാലേ നമ്മുടെ കറിക്ക് മാക്സിമം ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സവോള നന്നായിട്ട് വരണ്ട് വരുമ്പോഴേക്കും നമുക്കിനി നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചില്ലി പൗഡർ, പിന്നെ നമ്മൾ കുറച്ച് കൊറിയാണ്ടർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. അത് നല്ല രീതിയിലൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തോട്ട് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അതിനകത്തോട്ട് കെറ്റിലിനകത്ത് ഞാൻ വെള്ളം ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോൾ ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. അതിന് ഇടയ്ക്കൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി.